നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ നന്മ തിരിച്ചറിയണം. അത് തിരിച്ചറിയാൻ ചെറിയ കുട്ടികൾക്ക് പോലും സാധിച്ചതെങ്കിൽ അവർക്ക് നേതൃത്വം നൽകിയ നിങ്ങൾക്കതിന് സാധിക്കാതെ പോയാൽ ഇതിന്റെ ദുരന്തം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്തൊരവസ്ഥ നോക്കൂ നിങ്ങൾ. എന്താ ചില ആളുകളുടെ അവസ്ഥ? ദീന് പറയാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? കാണുന്ന സ്വപ്നം വരെ ഈ മനുഷ്യനെ കുറിച്ചാണ്. ഉറക്കിലും ഉണർവിലും ഈ മനുഷ്യന് വേണ്ടി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായി മാറുക. അള്ളാഹുവിന്റെ ഹബീബിന്റെ മേലെ, അള്ളാഹുവിനേക്കാൾ മേലെ ഏതൊക്കെയോ ചില ആളുകളെ പ്രതിഷ്ഠിക്കാനുള്ള താല്പര്യം. എന്താ ഇതിന്റെയൊക്കെ അവസ്ഥ? എന്താ ഇതിന്റെയൊക്കെ അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ കർണാടകയിലൂടെ ഒരു രഥമൊരുട്ടി ഒരു മനുഷ്യൻ. ആ രഥമൊരുട്ടാൻ വേണ്ടി കേരളം മുഴുവനും കറങ്ങി നടന്നിട്ട് കർണാടകയിലേക്ക് വന്നു. കർണാടകയിലേക്ക് വന്നപ്പോ വാട്സാപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ നിരന്തരം വന്നു. എത്ര കോടിയുടെ വാഹനാന്നാ പറഞ്ഞത്? എത്ര കോടിയുടെ കാരവാൻ. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഉരുളാൻ 60,000 രൂപ വേണമത്രേ അതിന്. ഞാൻ പറഞ്ഞതല്ല, അവർ പറഞ്ഞ വാക്കുകളാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, തഖ്വക്ക് എവിടെയാണ് ആഡംബരം എന്ന ഒരു വ്യാഖ്യാനം നിങ്ങൾ കണ്ടത്? നിങ്ങൾ എവിടെയാ കണ്ടത്? അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആഡംബരത്തിന്റെ പറുദീസയിലിരുന്നിട്ട് തഖ്വയുടെ വാല് പറഞ്ഞ ഒരാരിഫിനെ നിങ്ങൾ പറ, നമ്മൾ അംഗീകരിക്കാം. നമ്മളെവിടെയും കണ്ടില്ല. മദീനത്തെ പള്ളിയിൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർസിലോതി പഠിച്ച മുതഅല്ലിമീങ്ങളെ നമ്മൾക്കറിയാം. അവർ ഇല്ലായ്മയുടെ നടുവിൽ കഴിഞ്ഞവരാ. അവര് മാത്രമല്ല, ഇന്ന് വരെ ഉഖ്റവിയായ ഉലമാവ്. നേരത്തെ ഇവിടെ ജബ്ബാർ ഉസ്താദ് വന്നിരുന്നല്ലോ, നിങ്ങൾ കണ്ടില്ലേ ആ മനുഷ്യന്റെ കോലം? ബഹുമാനപ്പെട്ട ജബ്ബാർ ഉസ്താദിന് നിങ്ങളോടൊന്ന് വിരലനക്കിയിട്ട് എനിക്കൊരു വൃത്തിയുള്ള കാറ് വേണമെന്ന് പറഞ്ഞാൽ ദക്ഷിണ കന്നഡക്കാരെ നിങ്ങൾ 10 കാറ് വാങ്ങിക്കൊടുക്കൂലേ? പക്ഷേ ജബ്ബാർ ഉസ്താദ് അത് ആഗ്രഹിച്ചില്ലല്ലോ. അത് ഖുറബിയായ ആലിമിന്റെ അടയാളമാണ്. ആനക്കരക്കാരൻ ഹാജിയാർ വന്നിട്ട് മഹാനായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരുടെ നേരെ 8.5 ലക്ഷം രൂപയുടെ വാഹനത്തിന്റെ താക്കോല് നീട്ടിയപ്പോ, മോനെ ഇച്ച് കഴിയുമ്പോഴും ഞാൻ നടന്നോളും, എനിക്ക് കയ്യാതായാൽ നിന്റെ മക്കൾ എന്നെ അങ്ങ് എടുത്തോളും എന്ന് പറഞ്ഞ വാക്ക്, അതാണ് തഖ്വ. അതാണ് തഖ്വ. അല്ലാതെ കാറ് തന്നവനെ കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സമ്മേളനത്തിന്റെ മുന്നിലിരുത്തിയിട്ട് 4 മദ്ഹും പറഞ്ഞ് അവന്റെ തലയിൽ ഒരു കിരീടം വെച്ചു കൊടുത്തിട്ട് നാളെ അതിലും വലിയ കാറ് വാങ്ങാനുള്ള തന്ത്രം നോക്കലല്ല തഖ്വ. അതല്ല തഖ്വ. നാം തിരിച്ചറിയുക, ആഡംബരത്തിൽ എവിടെയും മഹത്വം കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല. ബഹുമാനപ്പെട്ട ടി.കെ. ബാവ മുസ്ലിയാർ നവറല്ലാഹു മർഖദ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങളോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഒരവസരത്തിൽ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരുടെ വീട്ടിൽ ചെന്നു. കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിൽ ചെന്നൊരു മസല ചോദിച്ച് തിരിച്ചു പോരുമ്പോ ടി.കെ. ബാവ മുസ്ലിയാർ തന്റെ കയ്യിലുണ്ടായിരുന്ന ടവൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലെ ആ മേശപ്പുറത്ത് ബെഞ്ചിന്റെ മേലെ വിരിച്ചിരുന്നു. ആ ബെഞ്ചിന്റെ മേലെ ആ ടവൽ അവിടെ വെച്ച് മറന്നുപോയി. ആ മറന്നുപോയ ടവൽ ബാവ മുസ്ലിയാരോട് എടുക്കാൻ മറന്നുപോയി. 10 രൂപക്ക് ചിലപ്പോ 1 or 2 കിട്ടും ആ കാലത്തൊരു ടവൽ, ഒരു കർച്ചീഫ്. പക്ഷേ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ബാവ മുസ്ലിയാർ പോയപ്പോ ആ കർച്ചീഫ് എടുത്തിട്ട് തന്റെ അയയിൽ കെട്ടി ഭദ്രമാക്കി വെച്ചു. മാസങ്ങൾ കഴിഞ്ഞപ്പോ കണ്ണിയത്ത് ഉസ്താദിനെ കണ്ടപ്പോ ടി.കെ. ബാവ മുസ്ലിയാരോട് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, അല്ല മനുഷ്യ, എനിക്ക് പണിയും തന്നിട്ടാണല്ലോ നിങ്ങൾ പോയത്. ബാവ മുസ്ലിയാർ ചോദിച്ചു, അല്ല ഉസ്താദേ, എന്താണ് അങ്ങേക്ക് തന്ന പണി? മഹാനായ ബാവ മുസ്ലിയാരോട് പറഞ്ഞു കണ്ണിയത്ത് ഉസ്താദ്, അന്ന് നിങ്ങൾ അവിടെ ഇട്ടേച്ചു പോയ ടവൽ ഇന്നുവരെ കാത്തു രക്ഷിക്കേണ്ട ബാധ്യത എനിക്കാണല്ലോ, അത് അമാനത്താണല്ലോ, വീട്ടിലവിടെ വെച്ചിട്ടുണ്ട്, അത് പോയി എടുത്തോളണം എന്ന് പറഞ്ഞ മഹാന്മാർ. അവരാണ് നമ്മൾക്ക് നേതൃത്വം നൽകിയവർ. അവർ ചൂഷണത്തിന്റെ വഴികൾ തേടിയവരല്ല, അവർ അനാവശ്യങ്ങളുടെ വഴികൾ തേടിയവരല്ല. അതുകൊണ്ട് അത്തരം മഹാരഥന്മാരായ സ്വാലിഹീങ്ങളായ ആരിഫീങ്ങളായ ഒരുപാട് ആളുകളെ കുറിച്ച് പറയാനുണ്ട്. എന്റെ സമയം അതിക്രമിച്ചതുകൊണ്ട് അല്ലാഹു തആല നമ്മൾക്ക് വേണ്ടി സമസ്തയെക്കുറിച്ച് പറയാൻ ഇത്ര സമയം നമ്മൾക്ക് അനുവദിച്ചു തന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. ആ സമസ്തയുടെ കൂടെ നടക്കാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.